സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു പോട്ടെ. ഇലക്ഷൻ അടുക്കാറായി, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ നിൽക്കുന്നത്? LDF വേണ്ടിയിട്ടാണോ, UDF വേണ്ടിയിട്ടാണോ, അതോ BJP വേണ്ടിയിട്ടാണോ? 3 പേരാണ്, ശക്തരായിട്ടുള്ള 2 പേരാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് UDF ആണ്, ഒന്ന് LDF ആണ്. ഏകദേശം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 3 സീറ്റെങ്കിലും BJP ഇത്തവണ പിടിക്കും എന്ന് BJP പറയുന്നുണ്ട്. അതേസമയം തന്നെ BJPക്ക് ഒരു സീറ്റ് പോലും, ഒരു സ്ഥലത്ത് പോലും കട തുറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായിട്ട് LDF പറയുന്നുണ്ട്. UDF അങ്ങനെ ഒരു പറച്ചിലൊന്നുമില്ല. അവർക്ക് എല്ലാ തരം തീവ്രവാദ ശക്തികളുടെയും വോട്ട് കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതി എന്ന് മാത്രമാണ്. ഇപ്പൊ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തല്ലിന്റെ ചെറിയ നേർപ്പക്കപ്പൊക്കളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവരുടെ ഒരു പ്രഖ്യാപനങ്ങളും ഇവർ നടപ്പിലാക്കില്ല എന്നാണ്. പക്ഷേ സംഗതി അതൊന്നല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പൊന്നായിന്ന് വരുമ്പോൾ എന്നെ സുഹൃത്ത് വിളിച്ച് എന്നോട് സംസാരിച്ച കാര്യം, എടാ ഞാൻ ഏത് പാർട്ടി എന്ന് നിനക്കറിയാലോ? എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിലെല്ലാം ചികിത്സ വളരെ ഫ്രീ ആണ്. ഒരുപക്ഷെ പല മരുന്നുകളും അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. സംഗതി ഇത്രയാണ്. അയാൾ തുറന്നു പറഞ്ഞ, ലീഗുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ തുറന്നു പറഞ്ഞത്, ഇവിടെ LDF തന്നെ വരണം, വീണ്ടും LDF തന്നെ വരണം, അല്ലെങ്കിൽ മൊത്തം കൊളാവും. ഈ പറയുന്ന വ്യക്തി ജോലി ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റാണ്. ഇവിടെ LDF തന്നെ വരണം, കുളമാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് നമുക്ക് ഈ എല്ലാത്തരം എന്താണ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ നമുക്ക് മരുന്നുകൾ തരുന്നുണ്ട്. കേരള ഗവൺമെന്റ് തന്നെയാണ് പലതും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില മരുന്നുകളല്ല നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നില്ല. അതിന് പകരമായിട്ട് അത് നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ച് അത് നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അങ്ങനെയും ചില മരുന്നുകളൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഇത് ഡിലേ ആവും. കാരണം സർക്കാരിന്റെ പണം കൃത്യമായിട്ട് റൊട്ടേഷൻ നടക്കുന്നില്ലെങ്കിൽ ഇടയ്ക്ക് ഡിലേ ആവും. അതിൻ്റെതായിട്ടുള്ള ചില ഡിലേസും മരുന്ന് കുറവും ഇല്ലായ്മകളൊക്കെ പലപ്പോഴും ചില സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഡിലേ എന്ന് പറയുന്നത് 1, 2, 3 ദിവസത്തേക്ക് ഡിലേ ആണ്. വളരെ പെട്ടെന്ന് ആ മെഡിസിൻസ് അവിടെ എത്താറുണ്ട്. ഇങ്ങനെ ഈ ഒരു പരിപാടിയില്ലേ, ഈ പരിപാടി നിൽക്കുമെന്നാണ് ആ സുഹൃത്ത് ആദ്യം തുടക്കത്തിൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതെന്താ നിൽക്കുമെന്ന് പറയാൻ? എടാ നിനക്കറിയില്ല, ഇവന്മാർ വന്നു കഴിഞ്ഞ് പരിപാടി ഒന്നും ശ്രദ്ധിക്കില്ല, ഇവർക്ക് അത്ര ശ്രദ്ധകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ആ ഒരു ലീഗുകാരനായിട്ട് സുഹൃത്ത് എന്നോട് പറഞ്ഞത്. സംഗതി അവിടെ കിടക്കട്ടെ. ഞാനും തന്നെ ചുമ്മാ നമ്മുടെ നാട്ടിലും പുറത്തൊക്കെയുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പലർക്കും ഈ UDF അത്ര വലിയ താല്പര്യം കാണുന്നില്ല. ഈ പറയുന്ന ആളുകളൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടുകാരോട് ഇവർ ചെയ്തൊരു ചതിയാണ്. അതാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. കാരണം നിങ്ങൾ ഏതെങ്കിലും UDFകാരനോട് വയനാട്ടിലത്തെ കാര്യത്തെ പറ്റി ചോദിച്ചു നോക്കി. 3 ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ പിരിച്ചത് എത്ര തുകയാണ്, ഏത് അക്കൗണ്ടിലാണ്, പിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ആപ്പ് എവിടെ എന്ന് പറയുന്ന ഒരു 3 ചോദ്യങ്ങൾ ഏതെങ്കിലും UDFകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ they will never answer you. They will never answer because they don't have. അവർക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ നേതാക്കന്മാർക്കും അതിന് ഉത്തരമില്ല. നോക്കൂ, ഇന്ന് തന്നെ നമ്മുടെ UDF നേതാവായിട്ടുള്ള VD സതീശൻ ചേട്ടനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം ആവർത്തിച്ചു. ഒന്ന് കേൾക്ക്. രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചിട്ടില്ല എന്നുള്ളത് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്ക് തന്നെ പരാതിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വയനാട് ഫണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ എന്താ തിരിച്ചു വയ്ക്കുന്ന മറ്റു ചോദ്യം ചോദിക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഇതിന്റെ കണക്ക് പറയാത്ത എന്താണെന്നുള്ള ഈ ദേശാഭിമാനിയും കൈരളിയും കൂടി ഒരു ഗൂഢാലോചന നടത്തിയിട്ട് പ്രതികരിച്ചിട്ട് പോകാം. അപ്പൊ സതീശനും അതുപോലെ ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കുറെ ദിവസം ഈ പിള്ളേര് വന്നിട്ട് ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോട് ബന്ധപ്പെട്ട ഏത് ചോദ്യം അല്ലാത്ത ചോദ്യത്തിനുള്ള മറുപടി ഇല്ല. വയനാട് ഫണ്ടിന്റെ നിങ്ങളോട് പറഞ്ഞല്ലോ, പക്ഷേ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. ലൈഫ് വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പദ്ധതിയിൽ എന്റെ സുഹൃത്തുക്കളെ, മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പദ്ധതിയിൽ മറ്റു ചോദ്യങ്ങളൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. മാനിഫെസ്റ്റോ ചർച്ച ചെയ്യുന്ന പരിപാടിയിൽ വയനാട് പറ്റി ചോദ്യം വേണ്ട. പക്ഷേ ചോദിക്കുന്ന ഏറ്റവും സിമ്പിളായ ചോദ്യം, ഏതോ ഒരു രക്തസാക്ഷിയുടെ പേരിലുള്ള ഫണ്ട് മുക്കി
LDF എന്നുള്ളൊരു പരാതിയായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. ആ രക്തസാക്ഷിയുടെ കുടുംബക്കാർ തന്നെ വന്ന് പറയുന്നു അങ്ങനൊരു സംഭവം ഇല്ലേ ഇല്ല, ഇതാരാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അവർ തന്നെ പറയുന്നു. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് വെട്ടിലായി. എന്നിട്ട് വീണ്ടും ചോദിക്കുന്ന ചോദ്യം, അവർക്ക് അങ്ങനെ LDFനെതിരെ നിങ്ങൾ ആരോപിച്ച ആരോപണത്തിന് കഴമ്പില്ല എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾക്കെതിരെ LDF ആരോപിച്ച ഒരു ചോദ്യം, വയനാട്ടിൽ നിങ്ങൾ എത്ര പൈസ പിരിച്ചു, ആ പൈസ പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് എവിടെ, ആരുടെ അക്കൗണ്ട് നമ്പറിലാണ്, ആരുടെ അക്കൗണ്ടിലാണ് ആ പൈസ എടുക്കുന്നത്, എത്ര തുകയുണ്ട്? ഈ ഒരു 3 ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്ര കാലമായിട്ടും ഇവർക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഡൗട്ടാണ് ജനങ്ങൾക്ക് മുഴുവൻ. അതൊരു വലിയ സംശയമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളോട് അത്രയ്ക്കും വ്യക്തമായിരിക്കണം അവര്. ഒരു ക്രെഡിബിലിറ്റി, ഒപ്പം തന്നെ സുതാര്യത എന്നൊക്കെ പറയും, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും എന്നൊക്കെ പറയും. എല്ലാം തുറന്ന് കാണിക്കപ്പെടണം. ഞങ്ങളിത് ഇത്രയാണ് പിരിച്ചത്, ഇത്രയാണ് കൊടുത്തത്, ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഇത്ര മുഴുവൻ കൊടുത്തു, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇന്ന സമയത്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെ പല രീതിയിലും പറയാം. ഈ ഒരു 3 ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇമ്പാട് സമയമൊന്നും വേണ്ട. വേണോ സുഹൃത്തുക്കളെ? നിങ്ങൾ പറ. ഈ 3 ചോദ്യം, ആരുടെ അക്കൗണ്ടിലെ പൈസകൾ, ഇന്നലെ അക്കൗണ്ടിൽ എത്ര തുകയുണ്ട്, ഇതാ ഇത്ര തുകയുണ്ട്, ആ ആപ്പ് എവിടെ, ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോഴും ആപ്പ് ഉണ്ടെന്നോ, എന്തെങ്കിലും ഉത്തരം പറയാനൊക്കെ ഇഷ്ടം പോലെ സാധ്യതകളില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിനൊരു ഉത്തരമില്ലാത്തതെന്നാണ് ആളുകൾ സ്വതവേ ചോദിക്കുന്നത്. നമ്മളെ മലപ്പുറം തവനൂർ മണ്ഡലത്തിലാണ്, KT ജില്ലയിലാണ് മത്സരിക്കുന്നത്, ലോറിയാണ് ചിഹ്നം. അപ്പൊ ഇവിടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്വീകാര്യതയാണ്, അദ്ദേഹത്തിന് ഒരു വിശ്വാസമാണ്. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരാളോടൊന്നും ആർക്കും അത്ര വിശ്വാസമൊന്നും കാണുന്നില്ല. ഇദ്ദേഹം ഓരോ വീട്ടിലേക്കും കയറിയിട്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും പേരടക്കം അദ്ദേഹത്തിന് അറിയാം. അത്രയും വർഷം അദ്ദേഹം ഇതേ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം രസകരമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് പെരുമാറാൻ കഴിയും. ഇങ്ങനത്തെ ഒരു രീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ UDF ഇങ്ങനെയാണ്. പിന്നെ അപ്പുറത്ത് BJP നോക്കൂ. BJP നമ്മുടെ ഇവിടെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ തുടങ്ങിയ സമയം മുതൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വികസന കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചോ? ഇവർ മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളിൽ ഒരു അമ്പലം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഇവരുടെ വികസന കാഴ്ചപ്പാടിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ടോ? അങ്ങനെയുള്ളവരോട് ചോദിക്കാനുണ്ടോ? ഇവരുടെ വികസന കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിം പള്ളിയുണ്ടോ? ഉണ്ടാവില്ല. അമ്പല നവീകരണം, ശബരിമല വിഷയം, ഗുരുവായൂർ വിഷയം, ഇങ്ങനെ ജാതിയും മതവും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2020 ഭാഗമായിട്ട് NDAക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരാൾ ഇപ്പോൾ അവരെ പിന്നാലെ ജാതി പേര് നായരില്ല എന്ന പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ. എങ്ങനെയുണ്ട്? ഇങ്ങനെ ജാതിക്ക് വേണ്ടിയിട്ട്, മതത്തിന് വേണ്ടിയിട്ട് മാത്രം മതം 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 മതപരമായിട്ട് ഹിന്ദു MLA, മുസ്ലിം MLA വേണം, ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉള്ളതുകൊണ്ട് അവിടെ ഹിന്ദു MLA വേണം, അപ്പുറത്തൊരു ഹിന്ദു ക്ഷേത്രം ഉള്ളതുകൊണ്ട് അവിടെയും വേണം ഒരു ഹിന്ദു MLA എന്നുള്ള വർത്തമാനങ്ങളല്ലാതെ മറ്റെന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ സിമ്പിളസ്റ്റ് ചോദ്യമാണ്, എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളുടെ ചോദ്യമാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നത്? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കാവോ? ബൈ.